എന്തെങ്കിലും നോക്കാം. ഇത് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഒന്നാം പായസമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണിത്. ശരിക്കും ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ പായസത്തിന് ശരിക്കും നമ്മുടെ അടപ്രഥമന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടിപൊളി ടേസ്റ്റാണ് ഈ പായസത്തിന്. ഇപ്പം ഇതിലേക്ക് ഞാനിവിടെ 225 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. ഇത് മെഷർമെന്റ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 കപ്പ് അവലെടുക്കുക. പിടിക്കണക്കിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 പിടി അവലെടുക്കുക. പിന്നെ ഈ പായസത്തിലേക്ക് നെയ്യ് വേണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് ഒന്നാം പാല് കുറച്ചെടുക്കുക, രണ്ടാം പാല് കുറച്ച് കൂടുതൽ എടുക്കുക. തേങ്ങ പിഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാല്. അത് കഴിഞ്ഞിട്ട് ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങാപ്പീലയിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടുതൽ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി കറക്കിയിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് രണ്ടാം പാല്. രണ്ടാം പാല് ഞാനിവിടെ ഏകദേശം ഒരു 10 കപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നാം പാല് വളരെ കുറച്ച് മതിയാവും. ഒന്നാം പാല് ഞാനിവിടെ ഒരു 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ ഇതിലേക്ക് 400 ഗ്രാം ശർക്കരയാണ് ചേർത്തേക്കുന്നത്. ആ ശർക്കര നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ നല്ല കറുത്ത ശർക്കര ചേർക്കുക. അപ്പോഴായിരിക്കും പായസത്തിന് നല്ലൊരു കറുത്ത കളർ കിട്ടാൻ. ഈ ശർക്കര മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം വേണം. പിന്നെ പായസത്തിലേക്ക് ആവശ്യത്തിന് നെയ്യും വേണം. പിന്നെ ഈ പായസത്തിലേക്ക് ഞാനിവിടെ ജീരകവും ഏലക്കായും ചുക്കും പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ചുക്ക് നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രൈ ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടി കിട്ടും. പക്ഷേ ഡ്രൈ ജിഞ്ചർ വാങ്ങിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും വേണം, ഏലക്കായ പൊടിച്ചതും വേണം. ഇത് മൂന്നും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പായസത്തിലേക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കും. ഇതിലേക്ക് ഞാൻ തേങ്ങക്കൊത്ത് മാത്രമേ വറുത്ത് ചേർക്കുന്നുള്ളൂ. ഇതൊരു നാടൻ പായസം ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്നട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടും കൂടി വറുത്തിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ അവൽ പായസം ആക്കാന്ന്. ഇനി ഇത് പായസമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര മെൽറ്റാക്കിയിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ശർക്കര ചേർക്കുക. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ വലിയ പീസാണെങ്കിൽ ആ ശർക്കര പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞു കിട്ടുള്ളൂ. ഇത് ശർക്കര അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഈ ശർക്കര നിങ്ങളൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് കല്ലുള്ള ശർക്കരയാണെന്ന് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ശർക്കരയാണെങ്കിൽ നമുക്കറിയാലോ അതിനകത്ത് കല്ലുണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കല്ല് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശർക്കര പാനി അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പായസമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ട് ചൂടാക്കുക. ഇതേപോലത്തെ ഉരുളി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉരുളിയിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് നല്ല വലുപ്പമുള്ള ഒരു പാൻ എടുക്കുക. അപ്പോൾ ഈ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കുക. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പായസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് വേണം. എല്ലാവർക്കും പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ ഉരുളി ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഓടിൻ്റെ ഉരുളിയാണിത്. ഇങ്ങനത്തെയൊക്കെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 225 ഗ്രാം അവലാണ് ചേർക്കുന്നത്. 225 ഗ്രാം അവൽ മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് ഉണ്ടാവും. പിടി കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 5 പിടി ഉണ്ടാവും. ഞാൻ ഇതേപോലെ പിടിയായിട്ടാണ് ഇടുന്നത്. ഇനി അവൽ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അവൽ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അവൽ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ അവൽ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രിസ്പി പോലെ ആവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി വെച്ചേക്കണം ശർക്കരപ്പാനി ചേർക്കുക. ഈ ശർക്കരപ്പാനിയിലിട്ടിട്ട് ഈ അവൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. നിങ്ങൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ
ശർക്കര പാനി കുറച്ച് വെള്ളം പോലെ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ അവലിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും. അത് നെയ്യും ശർക്കര പാനിയും കൂടി ഈ അവലിൻ്റെ കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ ഇതേപോലെ നല്ല കറുത്ത കളർ ശർക്കര എടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല കളർ ഉണ്ടാവും. ഇത് നിങ്ങൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തിളച്ച് പോകാണ്ട് നോക്കണം. ഇതേപോലെ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ അത് തിളച്ച് പോവില്ല. നന്നായിട്ട് തിക്കായിട്ട് വന്നു തുടങ്ങുമ്പോൾ പിന്നെ നിർത്താണ്ട് ഇളക്കണം. ഇത് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കട്ടി കുറഞ്ഞ പാത്രത്തിലേക്കാണ് പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇളക്കാണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. പക്ഷെ ഇതേപോലെ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതങ്ങനെ അടിയിൽ പിടിക്കില്ല. ഇപ്പോൾ ശർക്കര പാനി അവലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ട് വരണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ 2ാം പാലാണ് ചേർക്കണത്. നമ്മൾ ഏറ്റവും തേങ്ങാപ്പാൽ ഒഴിച്ച വഴിക്ക് തന്നെ ഇതേപോലെ അവലും ശർക്കരയും കൂടിയിട്ട് ഒന്നങ്ങോട്ട് കട്ട പിടിക്കും. പക്ഷെ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിയായി കിട്ടും. പിന്നെ തേങ്ങാപ്പാലൊക്കെ നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ചിലപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ ഓട്ടയുള്ള അരിപ്പയിൽ തേങ്ങാപ്പാൽ ഏറ്റവും പിഴിഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പായസത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയ ഓട്ടയുള്ള അരിപ്പയിലും കൂടിയിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാലിൽ തേങ്ങാപ്പീരി ഉണ്ടാവും. തേങ്ങാപ്പീരി ഉണ്ടാവുകയാണെങ്കിൽ അത് പായസത്തിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ പൊന്തിക്കെടുക്കും. ഈ തേങ്ങാപ്പാൽ ഈ പായസത്തിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് 1ാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ശർക്കര ചേർത്തുണ്ടാക്കണ പായസത്തിലേക്ക് നിങ്ങൾ പശുവും പാൽ ചേർക്കരുത്. പശുവും പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പാല് ഒഴിച്ച വഴിക്ക് തന്നെ പാല് പിരിഞ്ഞു പോകും. പഞ്ചസാര ഒഴിച്ചുണ്ടാക്കുന്ന പായസത്തിലേക്ക് മാത്രമേ പശുവും പാൽ ചേർക്കാൻ പാടുള്ളൂ. 2ാം പാൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ പായസത്തിലേക്ക് 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കുറുക്കിയിട്ടാണ് എടുക്കുക. ഇത് മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 2ാം പാൽ ഏകദേശം ഒരു 10 കപ്പ് ഉണ്ടാവും. പായസം നിങ്ങൾ ഒരു സമയത്ത് മൂടി വെച്ച് ഇതേപോലെ തിളപ്പിച്ചെടുക്കരുത്. പിന്നെ പായസം തിളച്ച് പോകാണ്ട് നോക്കുകയും വേണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പായസം എപ്പോഴും നിങ്ങൾ ഇളക്കി കൊടുക്കണം. പിന്നെ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീ ഏറ്റവും കൂട്ടി തന്നെ വെക്കുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒരു സമയത്തും പിരിഞ്ഞു പോവില്ല. ചിലർ പറയാറുണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകണമെന്ന്. അത് ചിലപ്പോൾ അത്രയ്ക്കും ഫ്രഷ് അല്ലാത്ത പാലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുന്നത്. പിന്നെ ടിൻ പാലൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പായസത്തിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലൊക്കെയും അത് ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ തന്നെയായിരിക്കില്ല. അതിനകത്ത് അവർ കുറേ സ്റ്റാർച്ചൊക്കെ ചേർത്തിട്ടാണ് ടിന്നിലുള്ള തേങ്ങാപ്പാൽ വരുന്നത്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പായസമൊക്കെ നമ്മൾ വെള്ളപ്പോളൊക്കെ അല്ലേ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കണം. പിന്നെ ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കണതും പാലടപ്രഥമൻ ഉണ്ടാക്കണ 2 വീഡിയോസും ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫ്രഷായിട്ട് അട ഉണ്ടാക്കിയിട്ടാണ് പായസം ഉണ്ടാക്കണത്. അത് ഫ്രഷായിട്ട് അട ഉണ്ടാക്കിയിട്ട് ആ പായസം ഉണ്ടാക്കുമ്പോഴായിരിക്കും ആ പായസത്തിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ നമ്മൾ കൊല്ലത്തിലേക്ക് ഒരു പ്രാവശ്യമായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ശരിക്കും ആ ടേസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള അട ഉണ്ടാക്കിയിട്ട് തന്നെ പായസം ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾ ചെറുപരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് ഏറ്റവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാൻ വേണ്ടിയിട്ട്. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടില്ല. ആ പരിപ്പ് കല്ല് പോലെ കിടക്കും. അപ്പോൾ നിങ്ങളത് ആ പായസമാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പരിപ്പ് വേവണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പായസം ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1ാം പാൽ ചേർക്കാം. 1ാം പാൽ ഞാനിവിടെ 1.5 കപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി 1ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ പായസം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം.
പായസത്തിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഏറ്റവും ആദ്യം കുറേശ്ശെ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. ഇനി ഏലക്കായ പൊടിച്ചത് ചേർക്കുക. ഇതിലേക്ക് ചുക്ക് പൊടിച്ചത് ചേർക്കുക. ചുക്ക് പൊടിച്ചത് ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. സാമ്പാർ ചേർത്ത് കഴിഞ്ഞിട്ട് പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ പായസത്തിലേക്ക് നെയ്യിൽ തേങ്ങക്കൊത്ത് വറുത്തിട്ട് ചേർക്കുക. ഈ പായസത്തിലേക്ക് തേങ്ങക്കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പായസത്തിലേക്ക് നമ്മൾ നെയ്യും തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്. അതൊക്കെ നന്നായിട്ട് ചേർത്താൽ മാത്രമേ ആ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ചൂടായ നെയ്യിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. ഇത് കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ തേങ്ങക്കൊത്ത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് പായസത്തിലേക്ക് ചേർക്കാം. പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ഈ നെയ്യും കൂടിയിട്ട് പായസത്തിലേക്ക് ചേർക്കാം. ഇപ്പോൾ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസം നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ ഈ പായസം ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചെറുതായിട്ട് തിക്കായിട്ട് വേണം പായസം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പായസത്തിന്. ഈ പായസത്തിന് ശരിക്കും നമുക്ക് അമ്പലങ്ങളിൽ നിന്ന് പള്ളിയിൽ നിന്നൊക്കെയും നേർച്ച പായസം കിട്ടും. ഈ കണ്ണമാലിയിൽ നിന്നൊക്കെയും ഒരു അരിപ്പായസം കിട്ടും, നല്ല കറുത്തിട്ടുള്ളൊരു പായസം. ശരിക്കും ആ പായസമൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റാണ് ഈ പായസത്തിന്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇതിലേക്ക് നമുക്ക് ആകെക്കൂടി വേണ്ടത് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പണിയായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.